ജനാധിപത്യ അട്ടിമറി നടക്കുന്നതിലാണ് ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധി പോയിരിക്കുന്നത്. അവിടെ വോട്ടർ അധികാർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സെപ്റ്റംബർ 1 തീയതി വരെയാണ് 60 നിയോജക മണ്ഡലങ്ങളിലൂടെയാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാഴ്ചകളിൽ ഏറ്റവും ഒരു ആവേശം തരുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് അതിൽ ലാലു പ്രസാദ് യാദവ് പങ്കെടുക്കുന്നു, തേജസ്വി യാദവ് എത്തുന്നു. അത്തരത്തിൽ വളരെ ആവേശകരമായിട്ടൊരു യാത്രയിലേക്ക് രാഹുൽ ഗാന്ധി വീണ്ടും ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ബീഹാറിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. നിഷാദ്, ഒരു വേരറ്റ് പോയെടുത്തു നിന്ന് കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരിക, ശക്തിപ്പെടുത്തുക എന്നതിലേക്ക്, ആ ട്രാക്കിലേക്ക് രാഹുൽ ഗാന്ധി എത്തി എന്നതിൻ്റെ കൂടിയല്ലേ ഈ യാത്ര? അല്ല, കോൺഗ്രസിന് മാത്രമല്ല പ്രതിപക്ഷത്തിനാകെ തന്നെയും വലിയ ആവേശവും ആത്മവിശ്വാസവും ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ള, പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു വാതിൽ തുറക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ നിലയ്ക്കുള്ള വിഷയങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ നിരാശയിൽ നിന്ന് കൊണ്ടുവരുന്നെന്ന മട്ടിൽ ആക്രമിക്കാൻ BJPക്ക് കഴിയുമായിരുന്നു. അല്ലെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന സജീവമായി നിന്നിരുന്ന വിഷയങ്ങളുടെ എക്സ്റ്റൻഷൻ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പുതിയ വിഷയമാണ്. ഇതൊരു കേവലമായ പുതിയ വിഷയം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല ചരിത്രം എടുത്താൽ, സമീപ പതിറ്റാണ്ടുകളെടുത്താൽ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയമാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിത്തറ, 75 വർഷക്കാലത്തെ നമ്മുടെ യാത്രയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ചോർന്നു പോകുന്നു എന്ന് പറയുന്ന സംഗതിയെ തെളിവുകളോടെ മുൻനിർത്തി അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിന് ടേക്കേഴ്സ് ഉണ്ടായിരിക്കുന്നു. വെറുതെ രാഹുൽ ഗാന്ധി പറഞ്ഞു പോകുന്നു, ആരും മൈൻഡ് ചെയ്യുന്ന മട്ടിലല്ല. ഇന്ന് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയി നോക്കിയാൽ നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതൊരു പ്രധാനപ്പെട്ട ഐറ്റമാക്കി എടുത്തും കണ്ടന്റ് ആക്കി എടുത്ത് നിരവധി കണ്ടന്റ് പമ്പ് ചെയ്യുന്നു. അതിനകത്ത് തന്നെ എല്ലാം രാഹുൽ ഗാന്ധിയുടെ കോഴ്സ് എന്താണോ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. 0 എന്ന് പറയുന്ന വീട്ടു നമ്പറിനെ കുറിച്ച്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഇംഗ്ലീഷ് അക്ഷരമാല പിതാവിൻ്റെയും രക്ഷിതാവിൻ്റെയും സ്ഥാനത്ത് വന്നതിനെക്കുറിച്ച്, അപ്പം ഒന്നിലധികം സ്ഥലത്ത് ഒരാൾ വോട്ട് ചെയ്തതിനെക്കുറിച്ചൊക്കെയുള്ള കണ്ടന്റ് നിരന്തരം വരും. എന്ന് വെച്ചാൽ രാജ്യത്തെ ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ പോയിന്റിനെ ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കിട്ടുന്ന എക്സ്ട്രാ റീച്ച് കാണണം. കാരണം അവർക്ക് കിട്ടുന്ന ഫോളോവേഴ്സിന് സബ്സ്ക്രൈബേഴ്സ് റീച്ചൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ട്രെൻഡ് മനസ്സിലാവും. ബീഹാറിലേക്ക് വരുമ്പോൾ, ബീഹാറിൽ സത്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. നമുക്കറിയാമല്ലോ, അവർ ബീഹാറിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാണുന്നുണ്ട്. ബീഹാറിൽ വൻകിട പദ്ധതികൾ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു നരേന്ദ്രമോദി. ബീഹാറികളെ പ്രത്യേകമായി അഡ്രസ്സ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, പെഹൽഗാം അറ്റാക്ക് ഉണ്ടായതിനു ശേഷം അതിനെ രാഷ്ട്രീയമായി അതെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നറിയാൻ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നേരെ ആദ്യം വന്നത് ബീഹാറിലാണ്. അദ്ദേഹം ഇവിടെ പോയില്ല, കശ്മീരിൽ പോകുന്നതിന് പകരം നേരെ ബീഹാറിൽ പോയി അവിടെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്തുകൊണ്ട് താൻ രാഷ്ട്രത്തിൻ്റെ സംരക്ഷകനായി, പവർഫുൾ ലീഡറായി എങ്ങനെ നിൽക്കുമെന്നുള്ള സ്ഥിരം പ്രസംഗം അദ്ദേഹം നടത്തി. അപ്പോൾ പെഹൽഗാം അവരുടെ മുമ്പിലുണ്ട്. അതുപയോഗിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ, പിന്നെ പ്രഖ്യാപിക്കുന്ന വൻകിട വികസന പദ്ധതികൾ, ബീഹാറിലെ ആളുകളെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ഗിമ്മിക്കുകളൊക്കെ BJP ഇറക്കിക്കൊണ്ട് ഒരു എഡ്ജിൽ നിൽക്കുന്നു. എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെയുള്ള പ്രധാന സംഗതി എന്താണ്? ഈ പറയുന്ന വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഈ ഇൻറ്റൻസീവ് റിവിഷൻ പരിപാടി വഴി 19 ലക്ഷം ആൾക്കാർ പുറത്തായി പോയിരിക്കുന്നു. അതിൽ BJPയുടെ താല്പര്യം മാത്രമേ സംരക്ഷിക്കപ്പെട്ടുള്ളൂ, പ്രതിപക്ഷ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കപ്പെട്ടില്ല എന്ന അവരുടെ ആവലാതി എവിടെയും കേൾക്കാതിരിക്കുന്നു. ആ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കോടതി വരുമ്പോൾ കോടതി പോലും ഈ റിവിഷൻ നല്ലതല്ലേ എന്നുള്ള കമൻറ്റ് കോടതിയിൽ നിന്ന് വരുന്നു. അപ്പോഴാണ് മർമ്മപ്രധാനമായ വാർത്താ സമ്മേളനം ബാംഗ്ലൂരിൽ നടക്കുന്നത്. ആ വാർത്താ സമ്മേളനം കേവലാക്ഷേപങ്ങൾ മാത്രമല്ല, നേരത്തെ നൗഫൽ ചൂണ്ടിക്കാണിച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വോട്ട് കട്ടുകൊണ്ട് പോകുന്നുണ്ട് എന്ന് സ്ഥാപിക്കുന്നു. അത് വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കിയത് മാത്രമല്ല, ആ വിഷയത്തിന് ഈ പറഞ്ഞ വിഷയത്തിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കുന്നു. അത് ഏറ്റെടുക്കാനും അതൊരു കൺസേണായി ഉന്നയിക്കാനും കഴിയുന്ന ജനങ്ങളുണ്ടായിരിക്കുന്നു. അത് ബീഹാറിൽ നിന്ന് ഇപ്പോൾ നടത്തുന്ന വോട്ട് അധികാര യാത്രയുടെ ബലം കൂട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാണുന്നുണ്ട്, രാഹുൽ ഗാന്ധിയുടെ പരിപാടി പങ്കെടുക്കാൻ 100 കണക്കിന് ആളുകൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം കാത്തു നിൽക്കുന്നു. അവരെല്ലാം രാഹുൽ ഗാന്ധിയെ കേൾക്കുന്നു. അദ്ദേഹം വഴിയിൽ ഇറങ്ങി നിൽക്കുന്നു, ആൾക്കാരോട് സംസാരിക്കുന്നു, മൈക്കിലൂടെ സംസാരിക്കുന്നു, തുറന്ന ജീപ്പിലും കാറിലും ഒക്കെയും സഞ്ചരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു വലിയ സ്വീകാര്യത അതിനോടെ കാണുന്നുണ്ട്. രണ്ടാമത്തത് ബീഹാർ എന്ന് വെച്ചാൽ അവിടെ കോൺഗ്രസ് മാത്രമല്ല, RJD അവിടുത്തെ ഏറ്റവും വലിയ കക്ഷിയാണ്. RJDക്ക് സംഘടനാ സംവിധാനവും വലിയ തോതിലുള്ള ഗ്രിപ്പുമുള്ള നാടാണ് എന്നറിയാം. അപ്പോൾ അവിടെ ആ നിലയ്ക്ക് ആ ഡിസൈൻ ചെയ്ത യാത്രയെ ആ നിലയ്ക്ക് ജനങ്ങളിൽ എത്തിക്കാനുള്ള മെക്കാനിസം അവിടെയുണ്ട്. സോ അതും ആ നിലയ്ക്ക് പ്രവർത്തിക്കുകയും ഗുണം ചെയ്യുമെന്നാണ് സാധാരണ നിലയ്ക്ക് വിചാരിക്കേണ്ടത്. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് രണ്ടുപേരും വളരെ യുവാക്കളുടെ ഹരമായ 2 മുഖങ്ങളാണ്. അവർ രണ്ടുപേരും കൂടി തുറന്ന ജീപ്പിൽ സഞ്ചരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് ഉണ്ട്. തേജസ്വി ആവട്ടെ ബീഹാറിലെ ഏറ്റവും അക്സെപ്റ്റൻസ് ഉള്ള യുവ നേതാവാണ്.
അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വന്നൊരു കാര്യം പറയുമ്പോൾ അത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കുകയും ഗ്രാമീണർക്കിടയിൽ അത് ഭയങ്കരമായ പെനട്രേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുവരുന്ന മുദ്രാവാക്യം ദരിദ്രരായ മനുഷ്യരെ, നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ അത്താണി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വോട്ടാണ്. അതും കൂടി പോയാൽ പിന്നെ നിങ്ങളില്ല, നിങ്ങൾ തൃണമാണ്, നിങ്ങൾ പുഴുവാണ്. അതും ഇതാ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലടക്കം BJP സഖ്യത്തിന് തിരിച്ചടി ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട കാരണമായ ഒന്ന് ഇതാ BJP 400 സീറ്റുമായിട്ട് അധികാരത്തിൽ വരുമെന്നാണ് മോദി പറയുന്നത്. 400 സീറ്റുമായിട്ട് വരുമെന്ന് മോദി പറഞ്ഞത് എന്തിനാണ്? എല്ലാ വിലക്കുകളെയും മറികടന്നുകൊണ്ട് ഭരണഘടനയെ തിരുത്താനാണ് ആ ഭൂരിപക്ഷം. അല്ലെങ്കിൽ അവർക്ക് എന്തിനാണ് അത്രയും ഭൂരിപക്ഷം? ഭരണഘടന തിരുത്തിയാൽ നിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടും, സംവരണമടക്കമുള്ള അവകാശങ്ങൾ ഇതാ കവർന്നെടുക്കപ്പെടാൻ പോകുന്നു എന്ന ക്യാമ്പയിൻ ഭയങ്കരമായി ഗുണം ചെയ്തു. അവിടെയാണ് കോൺഗ്രസ് 100 സീറ്റിലേക്ക് വരുന്നത്. ഉത്തർപ്രദേശിലെ മേജർ പ്രധാനപ്പെട്ട സെക്ടറിലെല്ലാം BJP തോറ്റുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ കവരാൻ പോകുന്നു എന്ന മുദ്രാവാക്യത്തിന് ഇപ്പോഴും ഇന്ത്യയിൽ എന്താണ് സെല്ല് ചെയ്യാൻ പറ്റുന്ന മുദ്രാവാക്യമാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധി ദരിദ്രരായ മനുഷ്യരെ, ഇതാ നിങ്ങളുടെ അവസാനത്തെ, നിങ്ങളുടെ കയ്യിലുള്ള ആയുധം, നിങ്ങളുടെ പവർ എന്ന് പറയുന്ന സംഗതി മോഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അത് ആളുകളെ ഇമോഷണലി സ്വാധീനിച്ചിട്ടുണ്ടോ നമുക്കിപ്പോൾ അവിടുത്തെ ഇത് കാണുമ്പോൾ മനസ്സിലാവും. അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കും അവരുടെ ടീമിനും, അല്ലെങ്കിൽ തേജസ്വി യാദവിനും അവരുടെ ടീമിനും അവിടുത്തെ മഹാഗഡ്ബന്ധനും അത് ഗുണപരമായിട്ട് മാറാനാണ് പോകുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ ആളുകൾ കൂടുതൽ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് 99 സീറ്റ്. അതിനുശേഷവും അദ്ദേഹം കൊണ്ടുവരുന്ന വിഷയങ്ങൾക്ക് മെറിറ്റുള്ള വിഷയമാണെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അത് കേവലം ഇത് BJPക്ക് ഇപ്പോഴും കൗണ്ടർ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. കേരളത്തിൽ പോലും BJPക്ക് ഇതാ സുരേഷ് ഗോപിയുടെ മൗനങ്ങൾ കൊണ്ടോ വാനരൻ എന്ന ആക്ഷേപം കൊണ്ടോ അദ്ദേഹത്തിന് ഉയർന്ന ആക്ഷേപങ്ങളെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ആ തട്ടിപ്പിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് BJP മാത്രമാണെന്നും ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല എന്നും ഒട്ടും സുതാര്യമല്ല കാര്യങ്ങളെന്നും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ സാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി പുറപ്പെടുന്നതിന് ഗുണഫലം ഉണ്ടാവുന്നതിന് വിചാരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? കേവലം ബാംഗ്ലൂരിലെ വാർത്താ സമ്മേളനത്തിൽ അവസാനിപ്പിക്കാൻ തീരുമാനിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കാതെ ജനങ്ങൾക്കിടയിലൂടെ കിലോമീറ്ററുകൾ നടക്കാനെടുക്കുന്ന തീരുമാനമുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതാണ് കോൺഗ്രസും ഈ കക്ഷികളും എല്ലാം ചെയ്യേണ്ടത്, ജനങ്ങൾക്കിടയിൽ ഇറങ്ങുക. കാരണം ജനങ്ങളെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന 100 വർഷത്തെ ഒരു പ്രോജക്റ്റ്, 10 വർഷത്തെ അതിൻ്റെ ഒരു വൻ പ്രോജക്റ്റ്, ഇത് രണ്ടും പ്രവർത്തിച്ചിരിക്കുകയാണ് ഇടയിൽ. അല്ലെങ്കിൽ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് പ്രധാനം. നാളത്തെ ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതല്ല, മറ്റന്നാളത്തെ ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതല്ല, അതിനുശേഷമുള്ള ഇലക്ഷനെ കാണുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതിനുവേണ്ടി പണിയെടുക്കാൻ കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം തയ്യാറാവുന്നു. രാഹുൽ ഗാന്ധി അതിൻ്റെ മുന്നിൽ നിൽക്കുന്നു, അക്ഷയനായി അദ്ദേഹം സഞ്ചരിക്കുന്നു. അത് ആണ് ആ പാർട്ടിയെയും അതിൻ്റെ അണികളെയും സിമ്പതൈസേഴ്സിനെയും എല്ലാം സംബന്ധിച്ച് പ്രതീക്ഷാ നിർഭരമായ കാര്യം. ബീഹാർ അതിന് നല്ല ഭൂമികയാണ്. ബീഹാറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം. ഇന്ത്യയുടെ ഗതിവിഗതികളെ നിർണ്ണയിച്ച പാരമ്പര്യമുള്ള നാടാണ്. JP മൂവ്മെൻറ്റ് കാലം നമുക്കറിയാം. ഇന്ദിരാഗാന്ധി ആ നാടിനെ പ്രയോജനപ്പെടുത്തിയെന്നറിയാം. ഇങ്ങനെ ചമ്പാരൻ മൂവ്മെൻറ്റ്, ഇങ്ങനെ നോക്കിയാൽ ബീഹാർ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട മൂവ്മെൻറ്റുകളുടെ ഒരു ഭൂമികയായിട്ടുള്ള നാടാണ്. അവിടെ രാഹുൽ ഗാന്ധിക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധം അത്രയും പവർഫുള്ളാണ്. അതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും അടിസ്ഥാന സംഗതി. നഫൽ, ഇത് മറ്റ് സ്റ്റേറ്റുകളിൽ കേരളം ഉൾപ്പെടെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും ഈ യാത്ര? പിന്നെ ഈ യാത്രയിലുള്ളൊരു ഹോപ്പ് എന്താ? വലിയ ഹോപ്പുണ്ട്. കാരണം അപ്പോൾ നമ്മൾ ഇന്നലെ അതിൻ്റെ ഉദ്ഘാടന പരിപാടി കണ്ടല്ലോ. ഉദ്ഘാടന പരിപാടിയിൽ ശ്രദ്ധിച്ചത് ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു സാന്നിധ്യമാണ്. ലാലു പ്രസാദ് യാദവ് അത്രയും വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹം ആ പരിപാടിയിൽ സംബന്ധിക്കുന്നു. ഖർഗെയും രാഹുൽ ഗാന്ധിയെയും കെട്ടിപ്പിടിക്കുന്നു. ലാലു പ്രസാദ് യാദവ് ആരാണ്? 76-ൽ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ജയിലിലടച്ചിട്ടുണ്ട്. 2 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അതും പറഞ്ഞ് വേണമെങ്കിൽ വീട്ടിലിരിക്കായിരുന്നു. അദ്ദേഹം അതല്ല ചെയ്തത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ ഒരു മഹാവിപത്തിന് എതിരെ പോരാടാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൽ മാത്രമല്ല ഇന്ത്യ മുന്നണിയിലുള്ള വലിയൊരു ഐക്യമാണ് സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു വിഷയത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം. കാരണം ഈ വിഷയത്തിൽ, ഈ വോട്ട് ചോരി ആരോപണത്തിൽ പ്രതിപക്ഷത്തെ എല്ലാവരും ഒരുമിച്ച് നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അത് വെറുതെ ഒരുമിച്ച് നിൽക്കുക എന്ന് മാത്രമല്ല, അവരൊക്കെ മുന്നണി പോരാളികളായി കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോക്സഭയിൽ എപ്പോഴും ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തുന്നുണ്ട്. ലോക്സഭയ്ക്ക് പുറത്തും, അതായത് പാർലമെൻറ്റിന് പുറത്തും ഇതുപോലുള്ള പരിപാടികളിലൊക്കെ വലിയ പ്രതിഷേധം തീർക്കാൻ അവരെല്ലാം തയ്യാറെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ആലോചിച്ച് നോക്കാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവ് എന്ന് പറയുന്ന ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവ്, അദ്ദേഹത്തിൻ്റെ പബ്ലിക് ഫങ്ഷൻസൊക്കെ ഞാൻ കുറേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് കാണാറുണ്ട്. വലിയ ജനക്കൂട്ടമാണ്. ഉത്തരേന്ത്യയിലുള്ള ഈ രാഷ്ട്രീയ പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടി പരിപാടി വെച്ച് കഴിഞ്ഞാലും വലിയ ജനക്കൂട്ടമാണ്. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഈ ജനക്കൂട്ടം വോട്ടായി മാറും, അങ്ങനെ തേജസ്വി യാദവിന് അത്യാവശ്യം വോട്ടൊക്കെ കിട്ടും, അങ്ങനെ ബീഹാറിൽ ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ അതുണ്ടായില്ല.
അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അത് നിതീഷ് കുമാറിൻ്റെ ഒരു സാന്നിധ്യം, അദ്ദേഹം അവിടെ ഉണ്ടാക്കുന്ന ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തരേന്ത്യയിൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇതുവരെയും BJPക്ക് മുഖ്യമന്ത്രി ഉണ്ടാകാത്ത ഒരു നാടാണ് ഏത്? ബീഹാർ. അവിടെ നിതീഷ് കുമാറാണ് BJPയുടെ പിന്തുണയോട് മുഖ്യമന്ത്രിയായത്. പക്ഷേ BJPക്ക് ഇതുവരെ മുഖ്യമന്ത്രിയാവാൻ സാധിച്ചിട്ടില്ല. BJP ആഗ്രഹിക്കുന്നത് ബീഹാറിൽ മുഖ്യമന്ത്രി ആവണമെന്നുള്ളതാണ്. നിതീഷ് കുമാറിനെയും മാറ്റി BJPക്ക് അവിടെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരണമെന്നുള്ളതാണ് BJPയുടെ. അതിനുള്ള പ്ലാനാണ് BJP നടത്തിക്കൊണ്ടിരുന്നത്. നിതീഷ് കുമാർ അധികകാലം ഇവരെ കൂടെ ഉണ്ടാവില്ല. നിതീഷ് കുമാറിന് പ്രായവുമായി. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ BJPക്ക് തന്നെ അവിടെ മുഖ്യമന്ത്രി ആവാൻ സാധിക്കുമെന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയെ ഇല്ലാതാക്കുന്ന ഒന്നായി ഇത് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇത് ചെറിയ കാര്യമല്ല. റാവു സൂചിപ്പിച്ച പോലെ അവരുടെ അവസാനത്തെ ആയുധത്തിന് നേരെ കൈ പിടിക്കുമ്പോൾ അതിനെ എന്തായാലും അവിടുത്തെ ആളുകൾ മനസ്സിലാക്കും. ഇപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇത്ര സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്ന് ആരാണ് കരുതിയത്? വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് ഹിന്ദി ഹൃദയഭൂമിയിലുള്ള ആളുകൾ അവർ ചിന്തിക്കുന്നത് നമ്മളൊക്കെ ചിന്തതിനേക്കാളും അപ്പുറമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലൊരു പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മുന്നേറ്റം, രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഈ മുന്നേറ്റത്തിൻ്റെ കൂടെ ഇവരെല്ലാവരുമുണ്ട്. അവിടെ ഇന്ത്യ മുന്നണിയുടെ മറ്റ് പാർട്ടി, അവിടുത്തെ CPI ML ആണ് അവിടെ പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടി, CPI ഉണ്ട്, CPM ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും തോളോട് തേടി ചേർന്ന് വളരെ ശക്തമായൊരു മുന്നേറ്റം അരവിന്ദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് വളരെ കൃത്യമായി നമുക്കത് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം അവിടെ ആ ഇലക്ഷനിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് തന്നെ സൂചിപ്പിച്ച പോലെ മറ്റ് സംസ്ഥാനങ്ങളിലും അതിൻ്റെ ഒരു ചൂടും വരുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലും അതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ.